വരുന്ന കണ്ടോടാ മോനെ, ഇതാരാ വരുന്നേ? ജനസാഗരം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കരുനാഗപ്പള്ളിയുടെ മുത്ത് മോൻ CR മഹേഷ് MLA തകർക്കാൻ, അടിച്ചമർത്താൻ BJPയും കമ്മ്യൂണിസ്റ്റും ആഞ്ഞടിച്ചുകൊണ്ട് സൈബർ പുള്ളിംഗ് ആക്രമണം നടത്തിക്കൊണ്ട് CRനെ കരുനാഗപ്പള്ളിയും മോശക്കാരനാക്കാൻ നോക്കുന്ന BJPയും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നോർത്തോ, കരുനാഗപ്പള്ളി പാവപ്പെട്ട ജനത ഇതിനൊക്കെ മറുപടി തരും. ഈ ഇലക്ഷനിൽ CR മഹേഷ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ഉറപ്പാണ്. കരുനാഗപ്പള്ളിയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കറിയാം. അതും മുക്കിനും മൂലയിലും ഉള്ള സാധാരണപ്പെട്ട പാവപ്പെട്ട അമ്മമാർക്കറിയാം CRനെ, പാവപ്പെട്ട അച്ഛന്മാർക്കറിയാം CRനെ, പാവപ്പെട്ട പെമ്മക്കറിയാം CRനെ, പാവപ്പെട്ട പെങ്ങന്മാർക്കറിയാം CRനെ. കാര്യം, എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ആ വീട്ടിൽ പഠിക്കൽ ചെന്ന് അവരെ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു ഒറ്റ MLA കരുനാഗപ്പള്ളി MLA ആണ്. ഇതിന് മുന്നും പല MLAമാരും പല മന്ത്രിമാരും കരുനാഗപ്പള്ളി ഒരാളെ പോലും ഒരാളുടെ വീടിന്റെ പടിക്ക് കണ്ടിട്ടില്ല. നമുക്ക് ആലോചിച്ച് നോക്കാം, ശരിയാണോ തെറ്റാണോ? ഇപ്പം ഉച്ചയ്ക്ക് പാർട്ടി രാജിവെച്ച് രാത്രി ചാക്കയുടെ വോട്ടുകിട്ടിന്റെ ബെല്ലും നോക്കി പിറ്റേന്ന് പാർട്ടി പോകുന്ന പല ആൾക്കാരും ജാതിയുടെ പേരും പറഞ്ഞു, മതത്തിന്റെ പേരും പറഞ്ഞു. നിങ്ങളുടെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിങ്ങളുടെ മുണ്ട് വരെ കഴിത്താൻ കൂട്ടുനിൽക്കുന്ന ഈ പല രാഷ്ട്രീയക്കാരുണ്ടാവും. ഇതൊന്നും കണ്ട് നിങ്ങൾ വിലയിരുത്തേണ്ട. CR മഹേഷിന് നിങ്ങൾക്കറിയാം, 5 വർഷക്കാലം വരെ അധികാരം കയ്യിലില്ലായിട്ട് പോലും നിങ്ങളുടെ ഇടയിൽ നിന്ന് CR മഹേഷ് നിങ്ങൾക്കറിയാം. ഇനി 5 വർഷം കൂടി നിങ്ങൾ CRന് കൊടുത്താൽ കരുനാഗപ്പള്ളിയുടെ മോച്ചായ തന്നെ CR മാറ്റിമറിക്കും. അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആത്മവിശ്വാസം നമുക്ക് പറയാം. CRന് വെല്ലാൻ CR മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും CRനെ തകർക്കാൻ കഴിയില്ല. കരുനാഗപ്പള്ളി ജനത, പാവപ്പെട്ട ജനത അച്ചടക്കത്തിന്റെ പേര് പറഞ്ഞിരുന്ന CPM നേതാക്കളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ തകർച്ചയുടെ G സുധാകരൻ, PK ശശി, CC മുകുന്ദൻ, S രാജേന്ദ്രൻ, K അജിത് തുടങ്ങിയ പ്രമുഖ നേതാക്കളുടെ തുടർച്ചയായ കൊഴിഞ്ഞുപോക്ക് സർക്കാരിന്റെ കീഴിൽ പാർട്ടി നേരിടുന്ന കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയുടെ ഒറ്റക്കെട്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ജനാധിപത്യപരമായ ചർച്ചകൾക്ക് പകരം ഒരു വ്യക്തിയിലേക്ക് അധികാരവും തീരുമാനങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടപ്പോൾ പാർട്ടിയിൽ അതൃപ്തി പുകയുകയാണ്. അണികളുടെയും മുതിർന്ന നേതാക്കളുടെയും വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതൃത്വത്തിന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഈ കൊഴിഞ്ഞുപോക്ക് അടിവരയിടുന്നു. അധികാര കൊതിയും ഗ്രൂപ്പ് പോരും മൂലം ആടിയുലയുന്ന ഈ പാർട്ടി ഇന്ന് സ്വന്തം നിലനിൽപ്പിനായി പൊരുതുകയാണ്. ഇത്തരമൊരു പരാജയ രാഷ്ട്രീയ പാർട്ടിയെ ഇനിയും വിശ്വസിക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഈ തകർച്ച